ഇതാണ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് 0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിസൾട്ട് അറിയണം. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് റിസൾട്ട്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഈ റിസൾട്ട് അറിയുക. ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ നമുക്കിത് എഴുതി ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0. അപ്പോൾ 1 മൈനസ് കോസ് എക്സിൻ്റെ വാല്യൂ റിസൾട്ട് എടുത്ത് എഴുതുക 2 സൈൻ സ്ക്വയർ എസ് ബൈ 2. അപ്പോൾ അതവിടെ എഴുതുന്നു 2 സൈൻ സ്ക്വയർ എസ് ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ താഴെയുള്ള എക്സ് അതുപോലെ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈൻ സ്ക്വയറിനെ നമുക്ക് സൈൻ സ്ക്വയർ എസ് ബൈ 2നെ നമുക്ക് സൈൻ എസ് ബൈ 2 ഇൻറ്റു സൈൻ എസ് ബൈ 2 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ സ്ക്വയർ ആവുന്നത്. അപ്പോൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. സൈൻ എസ് ബൈ 2 ഇൻറ്റു സൈൻ എസ് ബൈ 2 എന്ന് എഴുതുന്നു. എന്നിട്ട് ഈ 2 ഇങ്ങോട്ട് മാറ്റിവിടെ എഴുതിയിട്ടുണ്ട്, എക്സ് താണ്ടിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സൈൻ എസ് ബൈ 2 ഇൻറ്റു സൈൻ എസ് ബൈ 2 എന്ന് എഴുതി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അറിയാവുന്ന റിസൾട്ട് എന്തെങ്കിലും ആക്കാൻ പറ്റുമോ നോക്കുക. നമുക്കൊരു റിസൾട്ട് അറിയാം. ഉണ്ട് സൈൻ തീറ്റ ബൈ തീറ്റ ലിമിറ്റ് തീറ്റ ടെൻഡ് 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അവിടെ നമുക്ക് അതേ ഫോമിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൈൻ എക്സ് ബൈ 2 ബൈ എക്സ് ഉണ്ട്. അപ്പോൾ ഈ ഇവിടെ എക്സ് ബൈ 2 ആണ് ആംഗിൾ, അപ്പോൾ സെയിം ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ഈ 2നെ എടുത്ത് താഴെ കൊണ്ടുവരാം. എസ് ബൈ 2 എന്ന് എഴുതാം. തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ബൈ 2 ഈ മുകളിലേക്ക് തന്നെ വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്. 2നെ എടുത്തുകൊണ്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു, എസ് ബൈ 2 എന്നാക്കുന്നു. ഈ ആംഗിളുണ്ട് സെയിം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അത് ചെയ്യാം. സൈൻ എസ് ബൈ 2 ബൈ എക്സ് എന്നുള്ളടത്ത് എന്താണ്ട് 2 ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് വരും? സൈൻ എസ് ബൈ 2 ബൈ എസ് ബൈ 2 എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ലിമിറ്റ് രണ്ടാക്കി മാറ്റുകയാണ്. ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ലിമിറ്റ് സൈൻ എസ് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എസ് ടെൻഡ് 0 സൈൻ എസ് ബൈ 2 ആദ്യം എഴുതുന്നു. അടുത്തത് ഇത് രണ്ടും കൂടി എഴുതുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഉണ്ടോ? ലിമിറ്റ് എസ് ടെൻഡ് 0 സൈൻ എസ് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എസ് ടെൻഡ് 0 സൈൻ എസ് ബൈ 2 ബൈ എക്സ്. അപ്പോൾ ഇവിടെ 2 ഇവിടെ തന്നെ ഇടക്കുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മളതിനെ ബൈ 2 എന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അതാണ് ഈ സ്റ്റെപ്പ് എഴുതിയേക്കുന്നത്. സൈൻ എസ് ബൈ 2 ബൈ എസ് ബൈ 2. അപ്പോൾ ഇത് രണ്ടിൻ്റെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. ലിമിറ്റ് തീറ്റ ടെൻഡ് ടു 0 ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം ഇതിനെ നമ്മൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ 0 ബൈ 2. അപ്പോൾ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ബൈ 2 എന്ന് പറഞ്ഞാൽ 0 വരും. സൈൻ 0യുടെ വാല്യൂ 0. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 0 ഇൻറ്റു 1 അപ്പോൾ 0 കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് 0 എന്ന് കിട്ടി. ഇങ്ങനെയാണത് പ്രൂവ് ചെയ്യുന്നത്.